الحمد لله الذي جعل لعباده مواسم ينالون فيها رضاه وأياما يزدادون فيها قربا منه جل في علاه فيضاعف أجورهم ويجزل ثوابهم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فأوصيكم عباد الله نفسي وإياكم بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നെയും ഒരു ജുമാ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ കഴിവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ധാരാളമായി നമ്മൾ കേട്ടുവരുന്ന ഒരു വചനമാണ് സൂറത്തുൽ ഹശ്റിലെ സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഈമാനുള്ളവരാണ് എന്നതിൻ്റെ പേരിൽ സമാധാനിച്ച് സമയം തീർക്കാനല്ല, പിന്നെയോ നിങ്ങൾ തഖ്വയുണ്ടാവണം, ഗൗരവമായ നിരന്തരമായ വിട്ടുവീഴ്ചയില്ലാത്ത നന്മ വിചാരം, ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മകൾ വർദ്ധിപ്പിക്കുന്ന ജീവിതമുണ്ടാവണം. എങ്ങനെയാണ് തഖ്വയുണ്ടാവുക? രണ്ട് തവണയായി തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് ഒരേ വചനത്തിൽ. അതിനിടയിൽ പറയാണ് എങ്ങനെ തഖ്വ ഉണ്ടാവുക. നാളേക്ക് വേണ്ടി പരലോക ജീവിതം, മരണാനന്തരമുള്ള ശാശ്വതമായ ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഞാൻ ഒരുക്കി വെച്ചത്, എന്താണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ഒരുക്കിക്കൊള്ളട്ടെ എന്നതാണ് വചനം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതും പ്രവർത്തിക്കാത്തതും എല്ലാം അല്ലാഹു സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവനാണ്. എല്ലാത്തിനും ഇസ്ലാമിൻ്റെ വളരെ കാതലായ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം മരണമാണ്, അന്ത്യമാണ്. അതിന് ശേഷമുള്ള മരണാനന്തര ജീവിതമാണ്, ശാശ്വതമായ അറ്റമില്ലാത്ത പരലോക ജീവിതം. അവിടെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള ആലോചന, അതാണ് തഖ്വ. എന്നാണ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് സൂറത്ത് സിൽസിലയിൽ നമ്മൾ പഠിക്കും. ഭൂമിയുടെ പ്രകമ്പനം, ആകെ കുലുങ്ങി മറിഞ്ഞ് തകർന്നു പോകുന്ന, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും. അവരുടെ ജീവിതകാലത്തെ കർമ്മങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ, ഉത്സാഹിച്ച് ചെന്നാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണാൻ വേണ്ടി ഓടിപ്പോവല്ല, കാണിച്ചു തരാൻ വേണ്ടി ഒരുമിച്ച് കൊണ്ടുകയാണ്. നിർബന്ധമായും നമ്മൾ കാണേണ്ടി വരും നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെ, നമ്മുടെ ചെയ്തികൾ എന്തൊക്കെ, ചെറുതും വലുതുമായ കാര്യങ്ങൾ. അവിടെ തഖ്വയുള്ള ജീവിതകാലത്ത് ധർമ്മനിഷ്ഠ പാലിച്ച, നന്മയിൽ ഉറച്ചു നിന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന, നന്മകൾ വർദ്ധിപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസി ഒരു അണുവിൻ്റെ അത്ര തൂക്കം, പരമനിസ്സാരമായ അളവിലുള്ള ഒരു നന്മയാണെങ്കിൽ പോലും അത് അവന് അവിടെ കണ്ടെത്താൻ സാധിക്കും, നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ പ്രതിഫലം
വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു. ഇനി ഒരു നിസ്സാരമാണ്, സാരല്ല, ഒരിക്കലല്ലേ, അത്രയല്ലേ, ഇത്രയല്ലേ എന്നൊക്കെ അവഗണിച്ചു തള്ളിയിട്ടുള്ള നിസ്സാരമായ ഒരു തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എങ്കിലും അത് അവനവിടെ കണ്ടുമുട്ടേണ്ടി വരും, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അവിടത്തേക്ക്, ആ ദിവസത്തിലേക്ക് ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ എന്താണ് നാളത്തേക്ക്. ഇതാണ് തഖ്വ. അപ്പൊ എന്താണ് നമുക്ക് സമ്പാദിക്കാനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, എന്തുമാത്രം പരിമിതമായ അസൗകര്യങ്ങളും പോരായ്മകളുമാണ് നമുക്ക് എണ്ണി പറയാനുള്ളത്. അറിവോ കുറവാണ്, സൗകര്യങ്ങൾ കുറവാണ്, ആരോഗ്യം കുറവാണ്, സമയം കുറവാണ്, പണം കുറവാണ്, ഒന്നും തികയുന്നില്ല. ഈ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചോദിക്കുന്ന, അങ്ങനെ സംശയിക്കുന്ന, എന്തെങ്കിലും നന്മകൾ ഉണ്ടാവണമെന്നുള്ള നല്ല വിചാരം നിയ്യത്തുള്ളവന്റെ മുന്നിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പുണ്യങ്ങളുടെ അമൂല്യമായ അവസരങ്ങൾ പരിചയപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ നമ്മൾക്ക് ഓതിപ്പോകുന്നതാണ്. 89-ാമത്തെ അധ്യായം, അതിന്റെ തുടക്കം അല്ലാഹു സത്യം ചെയ്ത് പറയുകയാണ്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഈ പ്രഭാതം തന്നെ സത്യം, അതിനെ തുടർന്നുണ്ടാവുന്ന 10 നാളുകൾ, രാവ് പകലുകൾ, ഇങ്ങനെ സത്യം ചെയ്ത് പറയാൻ മാത്രം മഹത്വമുള്ളതാണ് ഈ പുലരിയും അതിനെ തുടർന്നുണ്ടാകുന്ന 10 ദിവസങ്ങൾ. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളെയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാനിച്ചവരും പണ്ഡിതന്മാരും എല്ലാം പറഞ്ഞത് കാണാൻ. ഈ ദിവസങ്ങൾ വളരെ അസാധ്യവും അസാധാരണവുമായ മറ്റവസരങ്ങളിൽ സാധ്യമല്ലാത്ത പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ മഹത്തായ അളവില്ലാത്ത പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുന്നിൽ കിട്ടിയ ദിവസങ്ങൾ ഒരുപാട് വേണ്ട, വളരെ ലളിതമായ, വളരെ ചെറുതായ നന്മകൾ പോലും വലിയ പുണ്യമായി പരിഗണിക്കപ്പെടുന്ന മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, മാ മിൻ അയ്യാമിൻ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം അൽ അശ്ർ. നന്മകൾ ചെയ്യുന്നത് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്ന, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുന്ന നന്മകൾ ചെയ്യുമ്പോൾ ആ രീതിയിൽ അതിനെ സ്വീകരിക്കുന്ന ദിവസങ്ങൾ ഇതുപോലെ വേറെയില്ല എന്ന്. റമളാനിലെ അവസാനത്തെ 10 രാവുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ദിവസങ്ങളുടെ മഹത്വവും പോരിശയും പറയുമ്പോൾ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തരുത്, നന്മകൾ കൊണ്ട് വർദ്ധിപ്പിക്കുക എന്ന്. ഒരുപാട് നന്മകൾ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വലിയൊരു പുണ്യകർമ്മവും കൂടിയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം, ഞാൻ ചോദിച്ചത് നേടണം എന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിനപ്പുറം മഹത്തായ ഒരു പുണ്യകർമ്മമാണ് നീ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവുമാണത്. പ്രാർത്ഥിക്കാൻ അല്ലാഹുവിനോടല്ലാതെ പാടില്ല, ആരാധിക്കാൻ അവനല്ലാതെ വേറെ ആരുമില്ല, അവനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹത്തായ പുണ്യകർമ്മമാണ്. പ്രാർത്ഥനയോടൊപ്പം പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ ഉണ്ടാവുക, തൗബയുണ്ടാവുക. നമ്മുടെ ആരുടെ ജീവിതത്തിലാണ് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോകാത്തത്, അതിനൊക്കെ ഓർത്തിട്ട് കുറ്റബോധത്തോടു കൂടി പശ്ചാത്താപിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത ഇൻദഹു മദ്ലിമ ലിഅഖീഹി ഫൽയതഹല്ലൽഹു മിൻഹ. ആർക്കെങ്കിലും അവകാശപ്പെട്ട, അഥവാ ആരോടെങ്കിലും ധിക്കാരമായി, അക്രമമായി, അനീതിയായി വല്ലതും ചെയ്തു പോയെങ്കിൽ, ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ, അപമാനിക്കുകയോ ദ്രോഹിക്കുകയോ ദേഹോപദ്രവം നടത്തുകയോ പിടിച്ചുപറിക്കുകയോ കവർച്ച നടത്തുകയോ എന്ത് തിന്മ ഒരാളോട് ചെയ്താലും അത് അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ട്, ബലമായി പിടിച്ചെടുത്തത് തിരിച്ചു കൊടുത്തിട്ട്, മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചിട്ട്, പൊരുത്തപ്പെടിക്കണം. വളരെ ഗൗരവമായിട്ടാണ് പ്രവാചകൻ ഇസ്ലാം പറയുന്നത്. ആർക്കെങ്കിലും ആരോടെങ്കിലും വല്ല അക്രമവും അനീതിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റബോധത്തോടുകൂടി തെറ്റുകൾ സമ്മതിച്ചിട്ട് പശ്ചാത്താപത്തിന്റെ മനസ്സോട് ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് അത് മാപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഈ ദിവസങ്ങൾ എന്താണ്? ഈ ദിവസങ്ങളിലെ നന്മകൾ
എന്താണ് അത്ര കുറെ? ഈ ദിവസങ്ങളിൽ 5, 10 കൂടുതൽ നിസ്കാരമുണ്ടോ? രാത്രിയിൽ തറാവീഹ് ഉണ്ടോ ഈ ദിവസങ്ങളിൽ? പിന്നെ എന്താണ് നമ്മൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുക? അല്ലാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ ഫഅക്സിറു ഫീഹിന്ന മിന അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് നന്മകൾ ചെയ്താലും എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ എടുത്തു പറയുന്ന, ഏറ്റുപറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന തക്ബീർ, അല്ലാഹു അക്ബർ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ സർവസ്തുതിയും അവന് വേണ്ടി അർപ്പിക്കുന്ന അൽഹംദുലില്ലാഹ് പറയുക. ഈ ദിവസങ്ങളിൽ ഒരു അൽഹംദുലില്ലാഹ് പറയാൻ, ഒരു അല്ലാഹു അക്ബർ പറയാൻ നമുക്ക് കഴിയും. അതിന് സമയം, അതിനെത്ര ചെലവുണ്ട്, എത്ര പ്രയാസമുണ്ട്, എത്ര മെനക്കെടണം. ദിക്റുകൾ ഏറ്റവും ചെറുതായ, ഏറ്റവും ലളിതമായ, നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കരുതുന്ന വചനങ്ങൾ, അതുപോലും അതിമഹത്തായ പുണ്യകർമ്മമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അത് വർദ്ധിപ്പിക്കുക എന്ന്. മാത്രമല്ല, നമ്മൾ അവഗണിച്ചു കളയുന്ന, നിസ്സാരമാക്കുന്ന നിസ്കാരത്തിന് ശേഷമുള്ള 33 വീതമുള്ള ദിക്റുകൾ പോലും ചൊല്ലാൻ നേരമില്ലാതെ, മനസ്സില്ലാതെ തിരക്ക് പിടിച്ച ഏർപ്പാടുകളിലേക്ക് ഓടിപ്പോകുന്ന മനുഷ്യൻ. ഈ ദിക്റുകളെ കുറിച്ച് എന്താണ് പറഞ്ഞു നോക്കൂ. നിങ്ങൾ തഹ്മീദും തഹ്ലീലും തക്ബീറും ഒക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ നിങ്ങൾ ദിക്റുകൾ ചെല്ലുമ്പോൾ, അത് ആ ദിക്റുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും. അതിന് സാക്ഷികളായി മലക്കുകൾ ഉണ്ടാകും. അവയ്ക്ക് തേനീച്ചക്കൂട്ടത്തിനുണ്ടാകുന്ന ഒരു ആരവം പോലെ ഒരു ഇരമ്പുന്ന ശബ്ദം, വല്ലാത്തൊരു ശബ്ദം ആ ദിക്റുകൾക്കുണ്ടാകും. അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റും അത് പറന്നു നടക്കും. എന്തിനാണ്? യുദക്കിർന സാഹിബഹുന്ന, ആരാണോ എന്നെ ഈ ദിക്റ് ചൊല്ലിയത്, ആരാ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്, അവന്റെ പേര് അവിടെ പറഞ്ഞു. ആരാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്, അവനെ അള്ളാഹുവിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും ദിക്റുകൾ ചൊല്ലിയ, അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ഏകത്വത്തെ ഏറ്റുപറയുകയും ഒക്കെ ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും എല്ലാം ഇത് വലിയ കനം തൂങ്ങുന്ന, മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റും അത് പ്രത്യേകമായ ശബ്ദത്തിൽ വലം വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ടോ അത് ചൊല്ലിയവന്റെ പേര് അവിടെ അള്ളാഹുവിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു ചോദിക്കുകയാണ്, അള്ളാഹിന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് എടുത്തു പറയാൻ, നിങ്ങളുടെ പേര് പറയാൻ, നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്ന് ആശിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കേണ്ട, ഒരുപാട് ശാരീരികമായി സാഹസപ്പെടേണ്ട, ഒരുപാട് സമയം ചെലവഴിക്കേണ്ട. ദിക്റുകൾ സ്വർഗം നേടണം. അള്ളാഹിന്റെ പ്രവാചകരെ, ഇസ്ലാമിലെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം കൂടി എന്നെ കൊണ്ട് കഴിയുന്നില്ല. എനിക്ക് എളുപ്പമുള്ളത് എന്തെങ്കിലും പറഞ്ഞു തരുമോ? എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം നേടണം എന്ന് ചോദിച്ചു വന്ന സഹോദരനോട് അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ നാവ് എന്താണ്? നിന്റെ നാവ് ദിക്റുള്ള കൊണ്ട് പച്ച പിടിച്ചതാവണം. നിന്റെ നാവ് ഉണങ്ങിപ്പോകരുത്. നാവ് അനക്കാൻ പോലും മനസ്സില്ലാത്ത, ബോധമില്ലാത്ത, ചിന്തയില്ലാത്ത, താല്പര്യമില്ലാത്തവനായിപ്പോകരുത് നീ. നിന്റെ നാവിൽ നിനക്ക് ജന്മവും ജീവിതവും ജീവിതത്തിൽ എല്ലാം നൽകിയിട്ടുള്ള, കണ്ണും കാതും നാവും വായും എല്ലാം നൽകിയിട്ടുള്ള, റബ്ബിനെ സ്തുതിക്കുന്ന, അവനെ വാഴ്ത്തുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകൾ നിന്റെ നാവിൽ ഉണ്ടാവട്ടെ. എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്തു തീർക്കണമെന്നില്ല, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് എളുപ്പ വഴി തേടി വന്ന സഹോദരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദിവസങ്ങൾ എന്തൊക്കെ നന്മകളാണോ ചെയ്യാൻ സാധിക്കുക അത് മുഴുവൻ വർദ്ധിപ്പിക്കുക. ഫർളായ കാര്യങ്ങളിൽ വിട്ടുപോകരുത്, അതിൽ വീഴ്ച വരുത്തരുത്. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഇഫ്തറതു അലൈഹി, ഞാൻ നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള, ബാധ്യതയായി ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസിയായ ദാസൻ എന്നോട് അടുക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ പൂർത്തിയാക്കുക. അതിന് സമയവും അതിൻ്റെ അളവും അതിൻ്റെ കാര്യവും തെറ്റിക്കാതെ അത് നിർവഹിക്കുക, കടം കൂട്ടുക. അതുപോലെ തന്നെ അതിലപ്പുറം സ്വന്തം ഇഷ്ടപ്രകാരം നിർബന്ധിച്ചിട്ടില്ല,
നിർബന്ധമാക്കിയിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. എന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം സുന്നത്ത് നമസ്കാരങ്ങളും സദഖകളും നല്ല വാക്കുകളും നല്ല നന്മകളും ഒത്താശകളും എന്തെല്ലാം ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത ഉദാഹരണങ്ങൾ നന്മയുടെ. അങ്ങനെയുള്ളതെല്ലാം ചെയ്തുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നിലേക്ക് അടുക്കുക. അങ്ങനെ ഞാൻ അവരെ സ്നേഹിച്ചു തുടങ്ങും. ഇതാണ്. അപ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, ഫർളായും സുന്നത്തായും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് മതിയായ ഈമാൻ ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നന്മകളിൽ ഉറച്ചു നിൽക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, ധർമ്മനിഷ്ഠയുള്ള, തഖ്വയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ പരിശ്രമിക്കണമെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ വർദ്ധിപ്പിക്കുന്നത് ഈ ദിവസങ്ങൾക്ക് അത് ഏറ്റവും മറ്റൊരിക്കലും ഇല്ലാത്ത അസാധാരണമായ മഹത്വം പറയുമ്പോൾ എന്തുകൊണ്ടാണ് മഹാന്മാർ, സഹാബികൾ, ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുണ്യങ്ങളുടെ ദിവസം, അതായത് ഈ 10 ദിവസങ്ങളാണ്. കാരണം അതിൽ ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടുകയാണ്. അനുഷ്ഠാനങ്ങളുടെ കാതലായ മഹത്തായ കർമ്മങ്ങൾ, അതിൽ പ്രത്യേക നമസ്കാരം, പ്രത്യേക നോമ്പ്, പ്രത്യേക ദാനം, നിർബന്ധ സക്കാത്ത് അല്ലെങ്കിൽ പ്രത്യേകമായ ദാനങ്ങളുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള പുണ്യം ചെയ്യൽ, കുടുംബബന്ധം പുലർത്തൽ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ഇങ്ങനെയുള്ള എവിടെ നോക്കിയാലും ഏത് നേരത്തും അവസരങ്ങളെ നന്മകളാക്കി മാറ്റാൻ പറ്റിയ ഒരുപാട് ഉദാഹരണങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ്. അതിനൊക്കെ മറ്റൊരിക്കലുമില്ലാത്ത മഹത്തായ പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചു ഈ ദിവസങ്ങൾ. ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളും പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ല. സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെയും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ പെരുന്നാൾ വരെയുള്ള ദിവസം, അറഫ, ദുൽഹജ്ജ് 9-ഉം അതിനു മുമ്പുള്ള ദിവസങ്ങളും ഒക്കെ സുന്നത്ത് നോമ്പുകൾ പതിവാക്കുക, പരിശ്രമിക്കുക, അത് മഹത്തായ കാര്യമാണ്. അതുപോലെ തന്നെ അറഫ നോമ്പിനെ കുറിച്ച് നമുക്ക് ധാരാളമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സാന്ദർഭികമായി ഓർക്കേണ്ടത് ഏറ്റവും വലിയ 2 വർഷക്കാലത്തെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളും ആവുന്നതെല്ലാം പൊറുക്കപ്പെടണം. കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ അറഫ കഴിഞ്ഞിട്ട് ഇന്നേ വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും മഹാപാപങ്ങളല്ല, അതൊക്കെ പൊറുക്കപ്പെടാൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കും. വരാനുള്ള ഒരു വർഷക്കാലത്തേക്ക്, അടുത്ത അറഫ മുതലുള്ള സമയം, പാപങ്ങളിൽ നിന്നുള്ള കാവൽ ലഭിക്കാൻ നിനക്ക് അല്ലാഹുവിൻ്റെ തുണയും തൗഫീഖും ഉണ്ടാവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. കഴിഞ്ഞൊരു വർഷക്കാലത്തെ പാപങ്ങൾ, ഇനി വരാനുള്ള ഒരു വർഷക്കാലത്തെ പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെടാൻ മാത്രം അറഫ ദിവസത്തിലെ നോമ്പ് മതി എന്ന്. നോമ്പ് മാത്രമല്ല, അറഫ ദിവസം പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു പുറത്തു കൊടുക്കുന്ന, മാപ്പരുളുന്ന, മോക്ഷം നൽകുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഇത്രയേറെ അതിന് ഭാഗ്യമുണ്ടാകുന്ന ദിവസം അറഫ ദിവസമല്ലാതെ വേറെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന് മാത്രമാണ്. അതുകൊണ്ട് ഈ ദിവസം ഹജ്ജിന് പോയവർക്ക് മാത്രമല്ല, സത്യവിശ്വാസികൾക്ക് മുഴുവൻ ലോകത്തെവിടെയുമുള്ളവർക്ക് അറഫ ദിനമുണ്ട്. അതിൽ നോമ്പുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ പുണ്യങ്ങളുണ്ട്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഈ ദിവസത്തിലെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖൈറു ദുആഇ ദുആഉ യൗമ അറഫ. നാളെ പെരുന്നാളാണ്. ഇന്ന് മാർക്കറ്റിൽ തിക്കും തിരക്കും ബഹളവുമായി ഓടാനുള്ളതാണ്
അറഫാ ദിവസം അങ്ങനെയല്ല. അത് സത്യവിശ്വാസിയെ പിടിച്ചു നിർത്തുന്നു. കർമ്മങ്ങൾ ചെയ്തിട്ട് തീരാതെ ഇനിയും സമയം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ദിവസമായി, ദിവസത്തിന്റെ നിമിഷങ്ങളായി തീരണം അറഫാ ദിവസം. അതുകൊണ്ട് പ്രാർത്ഥന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. ഞാനും എനിക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പക്ഷേ അതിൽ യാ അല്ലാഹ് എന്നോ അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണില്ല. പക്ഷേ ദിക്റുകളാണ്. ആ ദിക്റുകൾ പ്രാർത്ഥനയേക്കാൾ മഹത്വമേറിയതായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുക. ആ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അറഫാ ദിവസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാഹ് പറയുകയും പ്രവാചകന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലുകയും ഒക്കെ വേണം. അത് പ്രാർത്ഥനയുടെ അദബാണ്, മര്യാദയാണ്. ഒരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായ ഒരു അനുഭവം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിസ്കരിക്കുകയാണ്, നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ അടുത്തുണ്ട്. കൂടെ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും ഉണ്ട്. അപ്പം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ തുഅ്ത സൽ തുഅ്ത, നീ തേടിക്കോ, നീ ചോദിച്ചോ, അള്ളാഹുവിനോട് തേടിക്കോ, നിനക്ക് കിട്ടും, നിനക്ക് കിട്ടും, നിനക്ക് കിട്ടും. കാരണം ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു, പിന്നെ പ്രവാചകരുടെ പേരിൽ സലാത്തും സലാം ചൊല്ലി, പിന്നെയാണ് എൻ്റെ കാര്യം പറയണത്, ചോദിക്കുന്നത്, പ്രാർത്ഥന നിർവഹിക്കുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ രീതി. അങ്ങനെയാകുമ്പോൾ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നന്മകൾ പരിചയപ്പെടുത്തുന്ന ഇത്തരം 100 കൂട്ടം ഉദാഹരണങ്ങൾ അവസരം. പലതും നഷ്ടപ്പെട്ടു പോയാൽ നിരാശപ്പെടുന്ന, ഖേദിക്കുന്ന നമ്മളുടെ മുന്നിൽ പുണ്യങ്ങളുടെ ഏറ്റവും വസന്തകാലമായി അതിനില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന ചെറിയ നന്മകൾക്ക് പോലും വലിയ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കുന്ന ദിവസങ്ങൾ, നിമിഷങ്ങൾ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ, അത് നമുക്ക് സ്വന്തമാക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ, അതിലൂടെ വിജയം വരിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് മതിയായ ഈമാനും ഇൽമും തൗഫീഖും നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പിഴവുകളും എല്ലാം റഹ്മാനായ തമ്പുരാനെ നീ പുറത്തു മാപ്പാക്കി തരണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ വിശാലമായ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന തമ്പുരാനെ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് വിളിച്ചു തീർക്കാൻ സാധിക്കാതെ ഒരുപാട് കടമകളും കടപ്പാടുകളും ബാധ്യതകളുമില്ല ഉള്ള ഒരുപാട് ആളുകൾ യാത്രയായി കടന്നുപോയി. ഇനി അവരെ കാണാനോ അത് പകരം നൽകാനോ സാധിക്കാത്ത നന്ദി കെട്ടവരെ പോലെ ആയിപ്പോകരുതേ റഹ്മാനെ ഞങ്ങൾ. അതുകൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم بارك لنا في 10 ذي الحجة وعنا فيها على ذكرك وشكرك وحسن عبادتك. اللهم وفقنا لاغتنامها وتقبل منا صالح الأعمال فيها واجعلنا فيها من المقبولين المرحومين يا رب العالمين. اللهم أعنا على صيام يوم عرفة واجعله كفارة لذنوبنا ورفعة لدرجاتنا وسببا لرضاك يا رب العالمين. اللهم تقبل من حجاج بيتك حجهم ويسر لهم مناسكهم وردهم إلى أهليهم سالمين غانمين يا رب العالمين. اللهم احفظ دولة الإمارات من كل الجهات. اللهم إنا نستودعك قيادتها وأهلها ومن يعيش على أرضها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وهاديا ومسددا وبارك في عمره وعمله. اللهم وفقه ونوابه إخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيخ زايد والشيخ راشد وشيوخ الإمارات القادة المؤسسين الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسح جناتك. اللهم اشمل شهداء الوطن بواسطة رحمتك وارفع درجاتهم في جنتك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.